ഹലോ എവരിവൺ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മ്യൂട്ടേഷൻ എന്താ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. മ്യൂട്ടേഷൻസിന്റെ രണ്ട് ടൈപ്പ്, പോയിന്റ് മ്യൂട്ടേഷൻ അതുപോലെ തന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ മ്യൂട്ടേഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന കണ്ടീഷൻസ്, ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ ഒരു ഫണ്ടമെന്റൽ തിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജീൻസ് ആണ് നമ്മളുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ? ജീൻസ് ആണ് നമ്മളുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ? ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീനാണ് എന്നുള്ളത് വിചാരിച്ചോ. ഒരു സിംഗിൾ ജീനാണ് എന്റെ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും കൺട്രോൾ ചെയ്യുക? ഒരു ജീൻ ഉണ്ട്, ആ ജീന് എക്സ്പ്രസ് ചെയ്ത് mRNA ആവും. അതായത് ഈ ജീനിന്റെ അകത്തുള്ള മെസ്സേജുകൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് RNA ഫോർമാറ്റിലാവും, അല്ലെ? ആ RNA ട്രിപ്ലെറ്റ് ആയിട്ട് റീഡ് ചെയ്തതിന് ശേഷമാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു പ്രോട്ടീൻ ആക്കുന്നത്. ഇവിടെ ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, എൻ്റെ സ്കിൻ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് ഈ ജീന് കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്ന പിഗ്മെന്റ് ആരാ? മെലാനിൻ പിഗ്മെന്റ് ആണ് നമ്മുടെ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്, അല്ലെ? അപ്പോ ആ പിഗ്മെന്റ് ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും ഈ മെലാനിൻ പിഗ്മെന്റ് ആവാന് വേണ്ട എൻസൈമാണ് ഈ ജീന് ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സബ്സ്ട്രേറ്റിനെ മെലാനിൻ എന്ന് പറഞ്ഞ ഈ കാണുന്ന പിഗ്മെന്റ് എന്താണ്? മെലാനിൻ ആണ്, അല്ലെ? മെലാനിൻ ആക്കി മാറ്റാൻ, സബ്സ്ട്രേറ്റിനെ മെലാനിൻ ആക്കി മാറ്റാൻ ഈ എൻസൈം വേണം. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ ഈ ജീന് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? കൂടുതൽ മെലാനിൻ ഉണ്ടാവും. എൻ്റെ സ്കിൻ കളർ കുറച്ച് ഡാർക്ക് ടോൺ ആയിരിക്കും. ഇനി ആ മെലാനിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൈറ്റ് ടോൺ ആയിരിക്കും. അപ്പൊ എൻ്റെ സ്കിൻ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണല്ലോ ഞാൻ ഇവിടെ വരച്ചത്. അതായത് ഏത് ജീനും നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന വിധമാണ് ഞാൻ പറഞ്ഞത്. അതായത് ജീനിന്റെ അകത്തുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും, mRNA ആയിട്ട് അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും, എന്നിട്ട് അതിലെ ട്രിപ്ലെറ്റ് കോഡോണുകൾ വായിച്ചിട്ട് അതിനെ പ്രോട്ടീൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഈ പ്രോട്ടീൻ ആണ് നമ്മളുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ പ്രോട്ടീൻസ് എൻസൈം ആവാം, ശരിയല്ലേ? അപ്പൊ ഇവിടെ ഞാൻ എടുത്തത് മെലാനിൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈം ആണ്. ഇനി ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ എപ്പോഴാണ് സാധ്യത എന്ന് പറയുന്നത്? ഈ ജീൻ മ്യൂട്ടേറ്റഡ് ആവുമ്പോൾ. നോക്ക്, ഈ ജീനിന് ഒരു മ്യൂട്ടേഷൻ വരുന്നതായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ജീന് മ്യൂട്ടേറ്റഡ് ആയി, ഓക്കെ, ഒരു ചേഞ്ച് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ mRNAക്ക് ഒരു ചേഞ്ച് വരുമല്ലോ, സ്വാഭാവികമായിട്ടും ചേഞ്ച് വന്നു. അപ്പോ ഈ പ്രോട്ടീന് ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചോ. ആ mRNAക്ക് ഒരു ചേഞ്ച് വന്നു, ആ മ്യൂട്ടേഷൻ കാരണം അവിടെ ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചോ. പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ മെലാനിൻ സിന്തസൈസ് ചെയ്യാൻ ഉണ്ടാവുന്ന ഈ എൻസൈം ഉണ്ടാവുന്നില്ല എന്നല്ലേ അർത്ഥം? അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ മെലാനിൻ ഉണ്ടാവുന്നില്ല എന്നല്ലേ അർത്ഥം? നോക്ക്, ഈ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്ന ജീന് മ്യൂട്ടേറ്റഡ് ആയപ്പം അവിടെ മെലാനിൻ ഉണ്ടാവുന്നില്ല. അപ്പൊ മെലാനിൻ ഉണ്ടാവാത്ത ഒരു കണ്ടീഷൻ ഉണ്ട്, അതൊരു ജെനറ്റിക് ഡിസോർഡേഴ്സ് ആണ്, ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ്. അതിന്റെ പേരാണ് ആൽബിനിസം. അപ്പൊ ആൽബിനിസം എന്ന് പറയുന്നത് ജെനറ്റിക് ഡിസോർഡറിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് ജീൻസിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ കാരണമാണ് ഒരു ജെനറ്റിക് ഡിസോർഡർ അറൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ജെനറ്റിക് ഡിസോർഡേഴ്സ് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് മെന്റീലിയൻ ഡിസോർഡർ ആൻഡ് ദ അതർ വൺ ഈസ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഇപ്പൊ നമ്മൾ ഈ ആൽബിനിസത്തിന്റെ എക്സാമ്പിളിൽ കണ്ടത് ഒരു സിംഗിൾ ജീന് മ്യൂട്ടേറ്റഡ് ആവുന്നത് വഴി ഉണ്ടാവുന്ന ഡിസോർഡർ ആണ്. അപ്പോ ഒരു സിംഗിൾ ജീനിലെ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്ന കണ്ടീഷനാണ് മെന്റീലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ ഇൻ എ സിംഗിൾ ജീൻ, അത് കാരണം ഉണ്ടാവുന്ന ഡിസോർഡർ ആണ് മെന്റീലിയൻ ഡിസോർഡർ. നോക്കടാ, ഒരു സിംഗിൾ ജീനിലെ മ്യൂട്ടേഷന് അത് കാരണം ഉണ്ടാവുന്ന ഡിസോർഡറിനെ എന്തിനാ മെന്റീലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്? കാരണം ഇതുപോലത്തെ അസുഖങ്ങള് മെന്റീലിയൻ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യും. മെന്റീലിയൻ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെൻസ് സെഗ്രിഗേഷൻ, ഡോമിനൻസ്, റെസസീവ്നെസ്, ഇതുപോലത്തെ ലോസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മെന്റീലിയൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഫോളോസ് മെന്റീലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. ഒന്നുമില്ല, ഡോമിനൻസും ഇൻഹെറിറ്റൻസും ഒക്കെ ഫോളോ ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അപ്പൊ നോക്ക്, ഒരു സിംഗിൾ ജീൻ, ഏതോ ഒരു ക്രോമസോമിലുള്ള ഒരു സിംഗിൾ ജീനിന്റെ മ്യൂട്ടേഷൻ ആണ് മെന്റീലിയൻ ഡിസോർഡറിനുള്ള കാരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അതർ ടൈപ്പ് ഓഫ് ജെനറ്റിക് ഡിസോർഡർ ഈസ് കോൾഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഇവിടെ ഒരു സിംഗിൾ ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ അല്ല,
അസുഖത്തിന് കാരണമാവുന്നത്, അതുപോലെ തന്നെ മെൻഡീലിയൻ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഫോളോയും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ ഒരു സിംഗിൾ ജീനിലെ മ്യൂട്ടേഷൻ അല്ല, പകരം ക്രോമസോമിൽ എന്തെങ്കിലും സംഭവിക്കുക, ക്രോമസോമിൽ ഒരു കഷ്ണം മുറിഞ്ഞു പോവുക, ഡിലീറ്റ് ആവുക, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഒരു ക്രോമസോമിൽ സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു ക്രോമസോം ആഡ് ആവുക, ഒരു ക്രോമസോം ഡിലീറ്റ് ആയി പോവുക, ഇതൊക്കെയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സിന് കാരണമാവുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്ക്, ഇവിടെ ഒരാളുടെ ഒരാളുടെ കാരിയോ ടൈപ്പ് ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. സാധാരണഗതിയിൽ 23 പെയർ ക്രോമസോമാണ് ഒരാൾക്ക് വേണ്ടത്. ഇവിടെ ഈ ആൾക്ക് 21ാമത്തെ ക്രോമസോമിൽ 3 ക്രോമസോംസ് ഉണ്ട്. അതായത് 2 പെയർ അല്ല, 3 എണ്ണം ഉണ്ട്. ട്രൈസോമി ഓഫ് ക്രോമസോം നമ്പർ 21. ഇങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയാ. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ക്രോമസോമിന്റെ എണ്ണം കൂടുതലാണ്. ഇതൊരു സിംഗിൾ ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ അല്ല. ആൻഡ് ഈ ഒരു അവസ്ഥ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് മെന്റലിന്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യുന്നില്ല. സോ ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ക്രോമസോമൽ ഡിസോർഡർ ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കാം. നോക്ക്, ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ ഒരാളുണ്ട്. അയാളുടെ കാരിയോ ടൈപ്പില് 2 എക്സ് വരേണ്ട സമയത്ത് 1 എക്സേ വന്നിട്ടുള്ളൂ. അതായത് 2 സെക്സ് ക്രോമസോം ഇല്ല, അയാൾക്ക് 1 ക്രോമസോമേ ഉള്ളൂ. അതായത് അയാൾക്ക് 1 എക്സ് ക്രോമസോം മിസ്സിംഗ് ആണ്. ശരിയല്ലേ? അതായത് ഒരു ക്രോമസോം മിസ് ആവുകയോ അല്ലെങ്കിൽ ഒരു ക്രോമസോം ആഡ് ആവുകയോ ഒക്കെ ചെയ്യുന്ന, നമ്മൾ നോർമലി 46 ക്രോമസോമിന് പകരം ഒരു ക്രോമസോം എക്സസീവ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഒരു ക്രോമസോം ഡിലീറ്റ് ആയി പോവുക, ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് ആണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആബ്സെൻസ് ഓർ എക്സസ് ഓർ അബ്നോർമൽ അറേഞ്ച്മെന്റ് ഓഫ് 1 or more chromosome, അതിനാണ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയാ. സോ ജെനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഓഫ് 2 ടൈപ്സ്. മെന്റീലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ, പേര് വരാൻ കാരണം മെന്റലിന്റെ ലോസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് ദ അതർ വൺ ഈസ് ക്രോമസോമൽ ഡിസോർഡർ. ക്രോമസോമിന്റെ നമ്പറിൽ മാറ്റം വരുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ കണ്ടീഷൻസിനെയാണ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയാ. ക്ലിയർ ആണല്ലോ? ഇനി ഈ മെന്റീലിയൻ ഡിസോർഡേഴ്സ് 2 ടൈപ്പ് വരാം. നോക്ക്, എന്താ മെന്റീലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു സിംഗിൾ ജീനിലുള്ള മ്യൂട്ടേഷൻ. ആ സിംഗിൾ ജീൻ ഇരിക്കുന്നത് ഒരു ക്രോമസോമിലാണല്ലോ. നമുക്ക് ഏതോ ഒരു ക്രോമസോമിലാണ് ഈ മ്യൂട്ടേറ്റഡ് ജീൻ ഇരിക്കുന്നുണ്ടാവുക. നമുക്കറിയാം നമ്മളുടെ അകത്ത് 2 ടൈപ്പ് ക്രോമസോം ഉള്ളത്. ഏതാണ് 2 ടൈപ്പ് ക്രോമസോം എന്ന് പറയുന്നത്? ഞാൻ ഇവിടെ കാണിച്ചതാണ് XY ക്രോമസോം. അത് സെക്സ് ക്രോമസോം ആണ് അല്ലേ? ഈ സെക്സ് ക്രോമസോമിലാണ് അല്ലെങ്കിൽ XY ക്രോമസോംസിലാണ് മ്യൂട്ടേറ്റഡ് ജീൻ ഉള്ളത് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ജീൻ ഉള്ളത് എങ്കിൽ ആ ടൈപ്പ് അസുഖത്തിനെയാണ് നമ്മൾ സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ എന്ന് പറയാ. സെക്സ് ലിങ്ക്ഡ് മെന്റീലിയൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അത് എക്സ് ക്രോമസോമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ലിങ്ക്ഡ് എന്ന് വിളിക്കും. അതായത് എക്സ് ക്രോമസോമിലാണെങ്കിൽ എക്സ് ലിങ്ക്ഡ് എന്ന് വിളിക്കും. Y ക്രോമസോമിലാണെങ്കിൽ Y ലിങ്ക്ഡ് എന്ന് വിളിക്കും. നമുക്ക് ഇവിടെ NCERT പഠിക്കാനുള്ള കംപ്ലീറ്റ് അസുഖങ്ങൾ എക്സ് ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോ സെക്സ് ക്രോമസോമിലാണ് ഈ ഡിഫക്റ്റീവ് ജീൻ ഉള്ളത് എങ്കിൽ ആ അസുഖത്തിനെയാണ് നമ്മൾ സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ എന്ന് പറയാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഓട്ടോസോമില്, അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള ഈ ക്രോമസോം എല്ലാം എന്ത് ക്രോമസോമാണ്? ഓട്ടോസോംസ് ആണല്ലോ. ഓട്ടോസോമിലാണ് ഈ ഡിഫക്റ്റീവ് ജീൻ വന്നത് എങ്കിൽ അതിനെന്താ നമ്മൾ വിളിക്കുക? ഓട്ടോസോമൽ ഡിസോർഡർ എന്ന് വിളിക്കും. ഓട്ടോസോമൽ ഡിസോർഡർ. സോ മെന്റീലിയൻ ഡിസോർഡേഴ്സ് ആർ ഓഫ് 2 ടൈപ്പ്. സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ, അതിന്റെ അർത്ഥം എന്താ? ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സിംഗിൾ ജീനില്ലേ, അത് എക്സ് ക്രോമസോമിലോ Y ക്രോമസോമിലാണ്, സെക്സ് ക്രോമസോമിലാണ്. എക്സ് ക്രോമസോമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ എന്ന് വിളിക്കും. Y ക്രോമസോമിലാണെന്നുണ്ടെങ്കിൽ Y ലിങ്ക്ഡ് എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ദ അതർ ടൈപ്പ് ഈസ് ഓട്ടോസോമൽ. എന്താ ഓട്ടോസോമൽ എന്ന് പറഞ്ഞാല്? ഓട്ടോസോം ക്രോമസോമിലാണ് ഈ ഡിഫക്റ്റീവ് ജീൻ ഉള്ളത് എങ്കിൽ ആ ടൈപ്പ് ഓഫ് മെന്റീലിയൻ ഡിസോർഡർ ഈസ് കോൾഡ് ഓട്ടോസോമൽ ഡിസോർഡേഴ്സ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്കറിയാം നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. ഏതൊരു ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ അതിന് ഹോമോലോഗസ് പെയർ ഉണ്ടാവും. അച്ഛൻ തന്നൊരു പെയർ ഉണ്ടാവും, അമ്മ തന്നൊരു പെയർ ഉണ്ടാവും. അപ്പൊ നോക്ക്, ഒരു ഇൻഡിവിജ്വലിന്റെ അകത്ത് 2 ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോം ഉണ്ടാവുമല്ലോ, സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഇൻഡിവിജ്വലിന്റെ അകത്ത് 2 നോർമൽ ജീൻ ആണ് ഉള്ളത് എങ്കിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു നോർമൽ ഇൻഡിവിജ്വൽ ആണ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? അയാളുടെ ജീൻസ് എല്ലാം നോർമൽ ജീൻസ് ആണ്, നോർമലി ഫങ്ഷനിങ് ജീൻ ആണ്. ഇനി ഞാനൊരു കണ്ടീഷൻ പറയാം. ഇയാളുടെ ഒരു ജീന് മ്യൂട്ടേറ്റഡ് ആയി, ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ജീന് മ്യൂട്ടേറ്റഡ് ആയി.
അല്ലെ മ്യൂട്ടേഷൻ സംഭവിച്ചു, അതായത് ഈ ജീൻ എന്തായി മാറി, ഡിഫക്റ്റീവ് ജീനായി മാറി. അപ്പൊ മ്യൂട്ടേഷൻ സംഭവിച്ചത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ മ്യൂട്ടേഷനെ കാണിക്കുക. അതേപോലെ ഇത് അച്ഛൻ കൊടുത്ത കോപ്പി, അതുപോലെ തന്നെ അമ്മ കൊടുത്ത കോപ്പിയും മ്യൂട്ടേറ്റഡ് ആണ്, ഡിഫക്റ്റീവ് ആണ് എന്ന് വിചാരിക്കുക. അതായത് നോർമൽ അല്ല, ഡിഫക്റ്റീവ് ആണ് എന്ന് വിചാരിക്കുക. ഡിഫക്റ്റീവ് ആണ്, അതായത് ഒരു ഇൻഡിവിജ്വലില് രണ്ട് സെറ്റ് ജീനുകളും ഡിഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും ആ ആൾ എന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ഡിസോർഡർ ഉള്ള ആളായിരിക്കും. അതായത് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആയിരിക്കും, ഡിസീസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറഞ്ഞൂടെ. അതായത് എന്താണോ ഈ ജീനിന്റെ ഫങ്ഷൻ അതിനനുസരിച്ച് ഒരു റിസൾട്ട് അതിലുണ്ടാവും അല്ലെ. എന്തോ ഒരു അസുഖം, ജെനറ്റിക് കണ്ടീഷൻ അയാൾക്ക് ഉണ്ടാവും, എന്തായാലും അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് രണ്ട് ജീനും നോർമൽ ആണെങ്കിൽ ആള് നോർമൽ ആയിരിക്കും, കോമൺ സെൻസ്. ഇനി രണ്ട് ജീനും ഡിഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണോ ഈ ജീനിന്റെ ഒറിജിനൽ ഫംഗ്ഷൻ ആ ജീന് മ്യൂട്ടേറ്റഡ് ആവുന്നത് കൊണ്ടുള്ള ഒരു ഇഫക്റ്റ് അയാളിൽ ഉണ്ടാവും. ക്ലിയർ? അപ്പൊ രണ്ട് ജീനും ഡിഫക്റ്റീവ് ആണെങ്കിൽ ആ ആള് അഫക്റ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് പറയേണ്ടത്. ഒരാൾക്ക് ഒരു കോപ്പി ഡിഫക്റ്റീവ് ആണ്, മ്യൂട്ടേഷൻ വന്ന് ഡിഫക്റ്റീവ് ആണെന്ന് വിചാരിച്ചോ. ഡിഫക്റ്റീവ് എന്നുള്ളതിന് മ്യൂട്ടേഷൻ ഞാൻ ഇതല്ലേ സിമ്പൽ കൊടുത്തത്, യെസ് ഡിഫക്റ്റീവ് ആണ്. പക്ഷെ ഒരു കോപ്പി നോർമൽ ആണ് എന്ന് വിചാരിച്ചോ. ഒരു കോപ്പി നോർമല്, ഒരു കോപ്പി ഡിഫക്റ്റീവ്. ഈ ഇൻഡിവിജ്വല് നോർമൽ ഇൻഡിവിജ്വൽ ആയിരിക്കോ അതോ അസുഖമുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കോ? രണ്ട് ടൈപ്പ് അസുഖങ്ങളുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ജീൻ മാത്രം ഡിഫക്റ്റീവ് ആയാലും അസുഖം കാണിക്കുന്ന ടൈപ്പ് അസുഖങ്ങളുണ്ട്. അതുപോലെ രണ്ടാമത്തെ ടൈപ്പ് അസുഖമാണ് ഈ ഒരു ജീന് ഡിഫക്റ്റീവ് ആയാൽ അസുഖം കാണിക്കില്ല. നോക്ക്, ഈ ഒരു ഇൻഡിവിജ്വല് ഒരു ഡിഫക്റ്റീവ് ജീന് മാത്രമുള്ള ഈ ഒരു ഇൻഡിവിജ്വല് ഡിഫക്റ്റീവ് ആയിട്ടും അസുഖം കാണിക്കുന്നുണ്ട് എങ്കിൽ, അഫക്റ്റഡ് ആണ് എങ്കിൽ, ആ ടൈപ്പ് അസുഖത്തിനെ നമ്മൾ വിളിക്കും ഡോമിനന്റ് ഡിസോർഡർ എന്ന് വിളിക്കും. ഡോമിനന്റ് അസുഖം ആണ് എന്ന് നമ്മൾ പറയും. ക്ലിയർ ആണോ? അതായത് അറ്റ്ലീസ്റ്റ് ഒരു ജീന് ഡിഫക്റ്റീവ് ആയാൽ പോലും അയാൾക്ക് അസുഖം വരുന്നുണ്ട് എങ്കിൽ ആ ടൈപ്പ് അസുഖമാണ് ഡോമിനന്റ് ഡിസോർഡർ. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ജീൻ മാത്രം ഡിഫക്റ്റീവ് ആയിട്ട് അയാൾക്ക് അസുഖം വരുന്നില്ല എന്ന് വിചാരിച്ചോ, അതായത് നോർമൽ ഇൻഡിവിജ്വൽ ആണ് എന്ന് വിചാരിച്ചോ. നോർമൽ ഇൻഡിവിജ്വൽ ആണ് എങ്കിൽ ഈ അസുഖം എന്താണ്? ഒരു റെസസീവ് ആയിട്ടുള്ള അസുഖം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഒരു ജീന് ഡിഫക്റ്റീവും ഒരു ജീന് നോർമലുമാണ് എന്ന് വിചാരിക്കുക. ആ ഇൻഡിവിജ്വലിന് അസുഖമുണ്ട് എങ്കിൽ അത് ഡോമിനന്റ് ടൈപ്പ് ഡിസോർഡർ ആണ്. ഇനി ആ ഇൻഡിവിജ്വലിന് അസുഖം കാണിക്കുന്നില്ല, ഒരു ജീൻ ഡിഫക്റ്റീവ് ആയിട്ടും മറ്റേ കോപ്പി നോർമൽ ആയതുകൊണ്ട് അസുഖം കാണിക്കുന്നില്ല എങ്കിൽ ആ അസുഖം എന്ത് ടൈപ്പാണ്? റെസസീവ് ടൈപ്പാണ്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പൊ നോക്ക്, മെന്റലിയൻ ഡിസോർഡേഴ്സിന് എത്ര ടൈപ്പ് ഉണ്ടായിരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞു ഓട്ടോസോമൽ ആൻഡ് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഡോമിനന്റ് ടൈപ്പ് ഉണ്ട്, റെസസീവ് ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെന്റലിയൻ ഡിസോർഡർ 4 ടൈപ്പ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് മെന്റലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിൾ ജീൻ മ്യൂട്ടേറ്റഡ് ആവുന്നത് വഴി ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്. എന്താ? ഓട്ടോസോമൽ ഉണ്ട്, അതുപോലെ സെക്സ് ലിങ്ക്ഡ് ഉണ്ട്. ഇനി ഈ ഓട്ടോസോമൽ തന്നെ ഡോമിനന്റ് ഉണ്ട്, റെസസീവ് ഉണ്ട്. എന്താ? ഏതോ ഒരു ഓട്ടോസോം ഞാനിപ്പോ എടുക്കുകയാണ്, ഒരു ഓട്ടോസോം 21ാമത്തെ ഓട്ടോസോം ആണെന്ന് വിചാരിച്ചോ. അതിലെ ഒരു പെയർ മാത്രം അഫക്റ്റഡ് ആണ് അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് ആണ്, ഒരു പെയറ് നോർമൽ ജീൻ ആണ്, എന്നിട്ടും അയാൾക്ക് അസുഖമുണ്ട് എങ്കിൽ, ഡിസീസ്ഡ് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോസോമൽ ഡോമിനന്റ് അസുഖമാണ്. ഇനി അയാൾ നോർമൽ ആണ് എങ്കിൽ, നോർമൽ ഇൻഡിവിജ്വൽ ആണ് എങ്കിൽ അയാൾ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. സിമിലർലി സെക്സ് ലിങ്ക്ഡിനും ഇതേപോലെ തന്നെ ഉണ്ടാവും. സെക്സ് ലിങ്ക്ഡ് ക്രോമസോമില് ഡോമിനന്റ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്, അതിനെ നമ്മൾ എന്താ വിളിക്കുക? സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്. ആൻഡ് സെക്സ് ലിങ്ക്ഡ് തന്നെ ഒരു ജീന് മാത്രം അഫക്റ്റഡ് ആയാലും അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയാലും ആള് നോർമൽ ആണെന്നുണ്ടെങ്കിൽ റെസസീവ് ആണ്, അതിനെ നമ്മൾ സെക്സ് ലിങ്ക്ഡ് റെസസീവ് എന്ന് വിളിക്കും.
വിളിക്കും. അപ്പൊ നമ്മുടെ മെന്റലിയൻ ഡിസോർഡേഴ്സ് 4 ടൈപ്പ് ഉണ്ട്. ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റെസസീവ് ആൻഡ് സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്, സെക്സ് ലിങ്ക്ഡ് റെസസീവ്. ശരിയാണല്ലോ. ഇനി നോക്ക്, ഇവിടെ ഓട്ടോസോമൽ ഡോമിനന്റിനുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമ്മൾ അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ഈ ഓരോ ഡിസോർഡേഴ്സും പഠിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഓട്ടോസോമൽ റെസസീവിനുള്ള എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, ഫിനൈൽ കീറ്റോയൂറിയ ആൻഡ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ക്ലിയർ ആണല്ലോ. ഇനി സെക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളതെല്ലാം എക്സ് ക്രോമസോമിൽ ഡിഫക്റ്റീവ് ജീന് വരുന്ന കണ്ടീഷനാണ്, അതായത് എക്സ് ലിങ്ക്ഡ് ആണ്. അപ്പം ഇവിടെ സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു അസുഖം നമ്മളുടെ NCERT-യിൽ പഠിക്കാനില്ല. ഹൈപ്പോഫോസ്ഫറ്റീമിയ ഒക്കെ ഒരു എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡോമിനന്റ് ഡിസോർഡർ ആണ്. നമുക്ക് ഒരു എക്സാമ്പിളും തന്നെ അതിനെക്കുറിച്ച് പഠിക്കാനില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഇനി സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡറിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് ഹീമോഫീലിയ. കാണുന്നുണ്ടല്ലോ, കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് ഹീമോഫീലിയ. ഇതാണ് നമുക്ക് ഇനി മുന്നോട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പെഡിഗ്രി അനാലിസിസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കും. അതിനുശേഷം ഈ പറയുന്ന അസുഖങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസിലേക്കാണ് കടക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ജെനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നടത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.